നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പൊതുവെ വളരെയധികം സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ തുടരുന്നതിനാൽ എല്ലാ വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. പുതിയ വ്യാപാര വ്യവസായ മേഖല തുടങ്ങുന്നതിൽ നിന്നും ഒരു വർഷത്തേക്ക് കൂടി യുക്തിപൂർവ്വം വരുന്ന സെപ്റ്റംബർ മാസം വരെ യുക്തിപൂർവ്വം പിന്മാറുന്നത് ഗുണകരമായി തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പല ദിവസങ്ങളിലും അവധി ദിനത്തിലും കൂടുതൽ സമയവും അവധി ദിനത്തിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി മനോവിഷമം ഉണ്ടായിത്തീരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ദൂരയാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ചർച്ചകളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. ഏതു വിധത്തിലും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. രണ്ടാമത്തെ പകുതിയിലാണെങ്കിലും യുക്തിപൂർവം ആത്മസംയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുകയും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് ഗുണകരമായി തീരുവാനും ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിക്കുവാനും ഉപകരിക്കുവാനും ചതയ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. അതുകൊണ്ട് വളരെ ആത്മസംയമനത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതും ഒരു പരിധിവരെ ഗുണകരമായി തീരും എന്നതാണ് ചതയ നക്ഷത്രക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ യോഗമായി പറയേണ്ടത്. നമസ്കാരം.